ഹായ്. ഇന്ന് വൈകിട്ട് ഞാനും ഡേവിഡേട്ടനും കൂടി ഒന്ന് ഇരുമ്പനത്ത് വരെ പോയായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് അവിടുത്തെ ചുറ്റുമൊന്ന് എടുത്തേക്കാം. ഇതാട്ടോ ഞങ്ങളുടെ തറവാട്. പഴയ തറവാടാണ്, പണ്ടുള്ളതാണ്. എൻ്റെ അപ്പച്ചനൊക്കെ 13 മക്കളാണ്. അവർക്ക് ഈ വീട്ടിലാണ് ജനിച്ചു വളർന്നത്. ഒരുപാട് 19 എൻ്റെ അപ്പച്ചന് തന്നെ ഇപ്പോൾ 70 വയസ്സിലധികം ഉണ്ട്. അപ്പോൾ അത്രയും വർഷത്തിലധികം ഉണ്ട് പഴക്കം ഈ വീടിന് തന്നെ. പകുതി ഇപ്പോൾ പൊളിച്ച് കളഞ്ഞു കേട്ടോ. റോഡിങ്ങനെ പൊക്കത്തേക്ക് പോയപ്പോഴേക്കും പകുതി പൊളിച്ച് കളഞ്ഞു. ഇപ്പോൾ ഫുൾ വീടുകളായി. ഞാനിവിടെ ടിൻചേട്ടനോട് പറയും, പണ്ട് ഞങ്ങൾ ഈ പറമ്പിൽ കൂടെയൊക്കെയാണ് ഓടി നടന്നു വെച്ചതും. ഈ കൊച്ചി വാട്ടർ മെട്രോ പോകണുണ്ടോ, അത് കാക്കനാട് നമ്മുടെ വീടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണത്. അപ്പോൾ ടിൻചേട്ടൻ പണ്ട് വെക്കേഷന് ഞങ്ങൾ അവിടെ പോയാണ് തേങ്ങയും മാങ്ങയും ചക്കയൊക്കെ പറിക്കാൻ പോണത്. പണ്ട് വീട്ടിൽ പശുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വഞ്ചിക്ക് അപ്പുറത്തേക്ക് കടത്തി തരും. അത് അങ്ങനെ ഒരു കലാപരിപാടി ഉണ്ടായിരുന്നു. നമ്മുടെ സ്ഥലമൊന്നുമല്ല കേട്ടോ, വേറെ ആരുടെയൊക്കെയാണ്. പക്ഷെ അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. മാങ്ങ ഇടാനും ചക്ക ഇടാനൊക്കെ ഞങ്ങൾ പോകുമായിരുന്നു. പക്ഷെ ഇപ്പം ആരും പറഞ്ഞാൽ അതൊന്നും വിശ്വസിക്കില്ല. ഇപ്പം അവിടെയൊക്കെ ഭയങ്കര വ്യത്യാസമായിപ്പോയി. അപ്പം ഞാനവിടുത്തെ ചെന്നപ്പോൾ എന്തായാലും എടുത്തതാണേ. പാലം ഇപ്പം ഈ വീട്ടിൽ താമസമൊന്നുമില്ല, അതുകൊണ്ട് ഫുൾ കാട് പിടിച്ചു. പൊക്കത്തേക്കൊക്കെ വീടുകൾ വന്നു. അച്ഛൻ്റെ അനിയനൊക്കെ പൊക്കത്തേക്ക്, എല്ലാവരുടെയും പൊക്കത്തിങ്ങനെ ഓരോരുത്തരും ഫ്ലോട്ടുകളാക്കി അവരവർ വീട് വെച്ചു. കുറേ വീടുകൾ വന്നു. ഇവിടെ ഒന്നും പണ്ട് വീടൊന്നും ഉണ്ടായില്ല. ഫുൾ ഒറ്റ പറമ്പായിരുന്നു. ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ലായിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ വീട്. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് വൈകിട്ട് ഒരു 5:30, 6:30 ആയപ്പോൾ ഞങ്ങളിങ്ങോട്ട് പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.